ഇവിടെ വന്നിരുന്നു. ഈ പെൺകുട്ടിക്ക് ചികിത്സ തേടുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. 100% താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഭർത്താവാണ് സമ്മതിക്കാത്തത്. ഇത് ആദ്യത്തെ 2 സിസേറിയൻ ആയിരുന്നു. 3 സിസേറിയൻ ആയിരുന്നു. ഇതിപ്പോ നാലാമത്തെ. അപ്പൊ ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് പറയുകയും ചെയ്തു. അത് പറഞ്ഞിരുന്നോ? പോലീസിനെ അറിയിച്ചപ്പോ എന്തായിരുന്നു അവിടെ പ്രതികരണം? പോലീസ് വന്നിരുന്നു ഇവിടെ. എന്നിട്ട് അവര് നാട്ടുകാർ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിരുന്നു പോലീസ്. അപ്പോ ഈ വിവാഹത്തിൽ 3 കുഞ്ഞുങ്ങൾ, ഇതിപ്പോ 3ാമത്തെ കുഞ്ഞാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിവാഹത്തിൽ ഈ പോലീസ് ഒരുപക്ഷെ ഭർത്താവ് ഇത് സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും ഈ ഒരാൾക്ക് ചികിത്സയില്ലെങ്കിൽ പോലീസ് അത് ഇടപെട്ട് അത് ഉറപ്പാക്കേണ്ട ഒരു കാര്യമായിരുന്നു. അദ്ദേഹം ഈ ഷമീറയുടെ ഹസ്ബൻഡ് പറഞ്ഞത്, എന്റെ ഭാര്യ, എന്റെ കുട്ടി, ഞാൻ ലാസ്റ്റ് നിമിഷം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നുള്ള ഉറപ്പാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഈ ആശുപത്രി കൊണ്ടുപോവുകയോ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയോ ഒന്നും നടന്നിട്ടില്ല. ഒന്നുമില്ല. ഇക്കാര്യം നമുക്കറിയില്ല. ഇത് പോലീസിനെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. ഈ ഇങ്ങനെ സിസേറിയനൊക്കെ ആകുമ്പോഴത്തേക്കും കോംപ്ലിക്കേഷനാണ്. അത് സാധാരണ പ്രസവമായിട്ടൊക്കെ നടക്കാനുള്ള സാധ്യതയും കുറവാണ്. അത് ആ യുവതിയോട് പറഞ്ഞിരുന്നു? അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞത്? അവരുടെ ഹസ്ബൻഡ് കൊണ്ടുപോകുന്നില്ലെന്നാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യമായി മനസ്സിലാക്കേണ്ടത്. ഭർത്താവ് എന്റെ താല്പര്യം അത് ധിക്കരിച്ച് അല്ലെങ്കിൽ അത് മറികടന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ ആ യുവതി ഭയപ്പെട്ടിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സമീപവാസികൾക്കും ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആരുമായും അങ്ങനെ സഹകരണം വെച്ച് പുലർത്തിയിരുന്നില്ല. ഈ ചികിത്സ നൽകുന്ന കാര്യം പറയുമ്പോൾ നയാസ് അവരോട് കയർക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇവിടെ എത്തുകയും ആ കാര്യങ്ങൾ വിലയിരുത്തുകയും കൃത്യമായി തന്നെ അതിന്റെ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു ഭർത്താവ് ചികിത്സ നൽകാൻ തയ്യാറാകാതെ മാറി നിന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു നിന്നാൽ അതിന് അനുകൂലമായി അല്ലെങ്കിൽ അതിന് വഴങ്ങിയല്ല പോലീസ് പോകേണ്ടിയിരുന്നത്. മറിച്ച് കൃത്യമായ ആ യുവതിക്ക് ചികിത്സ നൽകണമായിരുന്നു. ഇപ്പോൾ 2 ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. യെസ്, വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ആധുനിക കാലത്തും ആധുനിക ചികിത്സാ രീതികൾ നിലവിലുള്ള കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ എന്നൊരു കാര്യം കൂടിയാണ്. അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ അങ്ങനെ ചിന്തിച്ച ഭർത്താവിനും എന്താണ് മാനസികാവസ്ഥ കൂടിയെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ആ ഞെട്ടിക്കുന്ന വാർത്തയാണ് വിനോദ് പങ്കുവച്ചത്. സംസ്ഥാനത്ത്